അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 18. ഇതിനുശേഷം പൗലോസ് ആഥൻസ് വിട്ട് കോറിന്തോസിലെത്തി. അവൻ പോന്തസുകാരനായ അക്വീല എന്നൊരു യഹൂദനെ കണ്ടുമുട്ടി. അവൻ തൻ്റെ ഭാര്യയായ പ്രിഷില്ലായോടൊപ്പം ആയിടെ ഇറ്റലിയിൽ നിന്ന് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെന്നാൽ എല്ലാ യഹൂദരും റോമ വിട്ടുകൊള്ളണമെന്ന് ക്ലൗദിയൂസിൻ്റെ കൽപ്പനയുണ്ടായിരുന്നു. പൗലോസ് അവരുടെ വീട്ടിൽ ചെന്നു. അവർ ഒരേ തൊഴിൽക്കാരായിരുന്നതുകൊണ്ട് അവൻ അവരുടെ കൂടെ താമസിക്കുകയും ഒന്നിച്ച് ജോലി ചെയ്യുകയും ചെയ്തു. കൂടാരപ്പണിയായിരുന്നു അവരുടെ ജോലി. എല്ലാ സാപത്തിലും അവൻ സിനഗോഗിൽ വെച്ച് സംവാദത്തിലേർപ്പെടുകയും യഹൂദരെയും ഗ്രീക്കുകാരെയും വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. സീലാസും തിമോത്തയോസും മക്കെദോനിയയിൽ നിന്ന് എത്തിച്ചേർന്ന അവസരത്തിൽ യേശുവാണ് ക്രിസ്തു എന്ന് സാക്ഷ്യം നൽകിക്കൊണ്ട് യഹൂദർക്ക് ബോധ്യം വരുത്താനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു പൗലോസ്. അവർ അവനെ എതിർക്കുകയും ദൂഷണം പറയുകയും ചെയ്തപ്പോൾ അവൻ സ്വന്തം വസ്ത്രങ്ങൾ കുടഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ രക്തം നിങ്ങളുടെ തന്നെ ശിരസിൽ പതിക്കട്ടെ. ഞാൻ നിരപരാധനാണ്. ഇനി ഞാൻ വിജാതിയരുടെ അടുക്കിലേക്ക് പോകുന്നു. അവിടം വിട്ട് അവൻ ദൈവഭക്തനായ തീസിയോസ് യുസ്തോസ് എന്നൊരുവൻ്റെ വീട്ടിലേക്ക് പോയി. സിനഗോഗിന് തൊട്ടടുത്തായിരുന്നു അവൻ്റെ വീട്. സിനഗോഗ് അധികാരിയായ ക്രിസ്പൂസും അവൻ്റെ കുടുംബം മുഴുവനും കർത്താവിൽ വിശ്വസിച്ചു. കോറിന്തോസുകാരിൽ പലരും വചനം കേട്ട് വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക. എന്തെന്നാൽ ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവിടെ 1 വർഷവും 6 മാസവും താമസിച്ചു. ഗാല്ലിയോ അഖായിയിൽ ഉപസ്ഥാനപതിയായിരിക്കുമ്പോൾ യഹൂദർ പൗലോസിനെതിരെ സംഘടിതമായ ഒരു ആക്രമണം നടത്തി. അവർ അവനെ ന്യായാസനത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു, ഈ മനുഷ്യൻ നിയമവിരുദ്ധമായ രീതിയിൽ ദൈവാരാധന നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. പൗലോസ് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗാല്ലിയോ യഹൂദരോട് പറഞ്ഞു, യഹൂദരെ, വല്ല കുറ്റകൃത്യത്തിൻ്റെയോ ഗുരുതരമായ പാതകത്തിൻ്റെയോ കാര്യമാണെങ്കിൽ നിങ്ങൾ പറയുന്നത് തീർച്ചയായും ഞാൻ കേൾക്കുമായിരുന്നു. എന്നാൽ ഇത് വാക്കുകളെക്കുറിച്ചും പേരുകളെക്കുറിച്ചും നിങ്ങളുടെ നിയമത്തെക്കുറിച്ചുമുള്ള പ്രശ്നമാകിയാൽ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുക. ഇക്കാര്യങ്ങളുടെ വിധികർത്താവാകാൻ ഞാൻ ഒരുക്കമല്ല. അവൻ ന്യായാസനത്തിന് മുമ്പിൽ നിന്ന് അവരെ പുറത്താക്കി. അവരെല്ലാം ഒന്നുചേർന്ന് സിനഗോഗ് അധികാരിയായ സോസ്തനേസിനെ പിടിച്ച് കോടതിയുടെ മുമ്പിൽ വെച്ച് തന്നെ അടിച്ചു. എന്നാൽ ഗാല്ലിയോ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. പൗലോസ് കുറേ നാൾ കൂടി അവിടെ താമസിച്ചിട്ട് സഹോദരരോട് യാത്ര പറഞ്ഞ് സിറിയയിലേക്ക് കപ്പൽ കയറി. പ്രിഷില്ലയും അക്വീലായും അവൻ്റെ കൂടെ പോയി. അവന് നേർച്ചയുണ്ടായിരുന്നതിനാൽ കെങ്ക്രയിൽ വെച്ച് തലമുണ്ടനം ചെയ്തു. അവർ എഫേസോസിൽ എത്തിച്ചേർന്നു. അവൻ മറ്റുള്ളവരെ അവിടെ വിട്ടിട്ട് സിനഗോഗിൽ പ്രവേശിച്ച് യഹൂദരുമായി വാദത്തിലേർപ്പെട്ടു. കുറേ നാൾ കൂടി തങ്ങളോടൊത്ത് താമസിക്കാൻ അവർ ആവശ്യപ്പെട്ടെങ്കിലും അവൻ സമ്മതിച്ചില്ല. ദൈവം അനുവദിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവൻ വിടവാങ്ങുകയും എഫേസോസിൽ നിന്ന് കപ്പൽ കയറുകയും ചെയ്തു. കേസറിയയിലെത്തി അവിടുത്തെ സഭയെ അഭിവാദനം ചെയ്തിട്ട് അവൻ അന്ത്യോക്യയിലേക്ക് പോയി. കുറേ കാലം അവിടെ ചെലവഴിച്ചതിന് ശേഷം അവൻ യാത്ര പുറപ്പെട്ട് ഗലാത്യ, ഫ്രീജിയ എന്നീ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എല്ലാ ശിഷ്യർക്കും ശക്തി പകർന്നുകൊണ്ടിരുന്നു. ആ ഇടയ്ക്ക് അപ്പോളോസ് എന്നു പേരുള്ള അലക്സാണ്ട്രിയക്കാരനായ ഒരു യഹൂദൻ എഫേസോസിൽ വന്നു. അവൻ വാഗ്മിയും വിശുദ്ധ ലിഖിതങ്ങളിൽ അവഗാഹം നേടിയവനുമായിരുന്നു. കർത്താവിൻ്റെ മാർഗത്തെക്കുറിച്ച് അവന് ഉപദേശവും ലഭിച്ചിരുന്നു. അവന് യോഹന്നാൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. എങ്കിലും യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിൽ ഉണർവോടെ തെറ്റുകൂടാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു.
അവൻ സിനഗോഗിലും ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി. പ്രിസ്കില്ലയും അക്വിലായും അവൻ്റെ പ്രസംഗം കേട്ടു. അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിൻ്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അവൻ അക്കായിയായിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. സഹോദരർ അവനെ പ്രോത്സാഹിപ്പിക്കുകയും അവനെ സ്വീകരിക്കുന്നതിന് ശിഷ്യർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിച്ചേർന്നതിന് ശേഷം കൃപാവരം മൂലം വിശ്വാസം സ്വീകരിച്ചവരെ അവൻ വളരെയധികം സഹായിച്ചു. എന്തെന്നാൽ അവൻ പൊതുസ്ഥലങ്ങളിൽ വച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു യേശു തന്നെയാണെന്ന് തെളിയിക്കുകയും യഹൂദന്മാരെ വാക്കുമുട്ടിക്കുകയും ചെയ്തിരുന്നു. Chapter 18. After this he left Athens and went to Corinth. There he met a Jew named Aquila, a native of Pontus, who had recently come from Italy with his wife Priscilla because Claudius had ordered all the Jews to leave Rome. He went to visit them, and because he practiced the same trade, stayed with them and worked, for they were tent makers by trade. Every Sabbath he entered into discussions in the synagogue, attempting to convince both Jews and Greeks. When Silas and Timothy came down from Macedonia, Paul began to occupy himself totally with preaching the word, testifying to the Jews that the Messiah was Jesus. When they opposed him and reviled him, he shook out his garments and said to them, "Your blood be on your heads. I am clear of responsibility. From now on I will go to the Gentiles." So he left there and went to a house belonging to a man named Titus Justus, a worshipper of God. His house was next to a synagogue. Crispus, the synagogue official, came to believe in the Lord along with his entire household, and many of the Corinthians who heard believed and were baptized. One night, in a vision, the Lord said to Paul, "Do not be afraid. Go on speaking and do not be silent, for I am with you. No one will attack and harm you, for I have many people in this city." He settled there for a year and a half and taught the word of God among them. But when Gallio was proconsul of Achaia, the Jews rose up together against Paul and brought him to the tribunal, saying, "This man is inducing people to worship God contrary to the law." When Paul was about to reply, Gallio spoke to the Jews. "If it were a matter of some crime or malicious fraud, I should with reason hear the complaint of you Jews. But since it is a question of arguments over doctrine and titles and your own law, see to it yourselves. I do not wish to be a judge of such matters." And he drove them away from the tribunal. They all seized Sosthenes, the synagogue official, and beat him in full view of the tribunal. But none of this was of concern to Gallio. Paul remained for quite some time, and after saying farewell to the brothers he sailed to Syria, together with Priscilla and Aquila. At Cenchrea he had his hair cut because he had taken a vow. When they reached Ephesus, he left them there while he entered the synagogue and held discussions with the Jews. Although they asked him to stay for a longer time, he did not consent, but as he said farewell, he promised, "I shall come back to you again, God willing." Then he set sail from Ephesus. Upon landing at Caesarea, he went up and greeted the church, and then went down to Antioch. After staying there some time, he left and traveled in orderly sequence through the Galatian country and Phrygia, bringing strength to all the disciples. A Jew named Apollos, a native of Alexandria, an eloquent speaker, arrived in Ephesus. He was an authority on the Scriptures. He had been instructed in the way of the Lord, and with ardent spirit spoke and taught accurately about Jesus, although he knew only the baptism of John. He began to speak boldly in the synagogue, but when Priscilla and Aquila heard him, they took him aside and explained to him the way of God more accurately. And when he wanted to cross to Achaia, the brothers encouraged him and wrote to the disciples there to welcome him. After his arrival, he gave great assistance to those who had come to believe through grace. He vigorously refuted the Jews in public, establishing from the Scriptures that the Messiah is Jesus.